പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ഈ ആരാധനയുടെ നമ്മൾ പ്രാർത്ഥനയോടെ ആരാധനയോടെ ആയിരിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കാം. അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാം. യേശു കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുമ്പോൾ ആ യാത്രയിൽ പലരും ഓടിയെങ്കിലും പലരും മാറിപ്പോയെങ്കിലും അമ്മ മാത്രം യേശുവിനെ ഉപേക്ഷിക്കാതെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. ഇതുപോലെ നിങ്ങളുടെ ജീവിതയാത്രയിലും അമ്മയുടെ മാധ്യസ്ഥവും സഹായവും എന്നും എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ കരങ്ങളെ നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രിയപ്പെട്ട കുടുംബങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രോഗികളായിട്ടുള്ളവരെ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയോട് ചേർത്ത് പരിശുദ്ധ കുർബാനയിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴി ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് സ്തുതിച്ച് തന്നെ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമേ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോയെ അങ്ങ് ഞങ്ങളെ തൊടണമേ. ഈശോയെ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ. രോഗികളെ സ്പർശിക്കണമേ. കുടുംബങ്ങളെ സ്പർശിക്കണമേ. നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മഹത്വം നൽകുന്നു, മഹത്വം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയുടെ ശക്തിയേറിയൊരു മാധ്യസ്ഥമുണ്ട്. ഇപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തെ തളർത്തുകയല്ല, വളർത്തുക തന്നെ ചെയ്യും. പ്രവചന പുസ്തകത്തിലെ വചനം ശ്രദ്ധിച്ചോ? ഇന്ന് നമ്മൾ കേട്ടു, നെഹമിയ എന്ന വ്യക്തിയുടെ ഒരു വലിയ സാഹചര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, പ്രവാസത്തെ അതിജീവിച്ച ജനം ഇപ്പോൾ കഴിയുന്നത് കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു. അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതാണ് നെഹമിയ ഈ ഒരു വചനത്തിൻ്റെ ഈ ഒരു ഭാഗം പ്രാർത്ഥിക്കുമ്പോൾ നെഹമിയ അനുഭവിച്ച സാഹചര്യം. ഒരുപക്ഷെ ഇന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഇതുപോലൊരു മറ്റൊരു സാഹചര്യത്തിലായിരിക്കാം. നിങ്ങൾ ഒരു പ്രശ്നത്തിലാണോ? നിങ്ങളൊരു പ്രതിസന്ധിയിലാണോ? ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദിവസമാണിന്ന്. ദൈവം നിങ്ങളുടെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുന്ന സമയമാണ്. എനിക്ക് ലോകം മുഴുവൻ എതിരായാലും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നിനക്ക് അനുകൂലമാണ്. നോക്കൂ, നെഹമിയ അനുഭവിച്ച സാഹചര്യം. അവിടുത്തെ ജനങ്ങൾ കഷ്ടതയിലും അപമാനത്തിലുമാണ്. അതിൻ്റെ മതിലുകൾ തകർന്ന്, അതിൻ്റെ കവാടം അഗ്നിക്കിരയാക്കി തകർന്ന് കത്തിക്കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നെഹമിയ എന്താണ് മുന്നോട്ട് വച്ച നിലപാട്, മുന്നോട്ട് വച്ച സ്റ്റെപ്പ് ഏതാണ് എന്നറിയണം. നമ്മളൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ വചനത്തിലൂടെ കണ്ടു, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നെഗറ്റീവായൊരു നിലപാടായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ മനസ്സും അടുത്തൊരു അനുഭവത്തിലേക്കാണ് പോവുക. എന്നാൽ നെഹമിയ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട് നിലത്തിരുന്ന്
നെഹമിയ ദിവസങ്ങളോളം വിലപിച്ചു, കരഞ്ഞു. അതുമാത്രമല്ല, ഉപവാസമെടുത്തങ്ങ് പ്രാർത്ഥിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു. സാഹചര്യം ഇതാണ്. കഷ്ടതയിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ നിലയിലും തകർന്നു കിടക്കുന്ന അവസ്ഥയിലുമാണ്. ഇതിന് 4 സാഹചര്യം ഉണ്ടെങ്കിൽ 4 സ്റ്റെപ്പാ നെഹമിയ എടുത്തത്. വിലപിച്ചു, ദൈവസന്നദ്ധിയിൽ കരഞ്ഞു, ഉപവാസമെടുത്തു, പ്രാർത്ഥിച്ചു, ദൈവസന്നദ്ധിയിൽ എളിമപ്പെട്ടു. ഇതാണ് ഇങ്ങനെ ഇത്രയും വലിയ ഗുരുതരമായൊരു പ്രശ്നത്തെ നെഹമിയ പരിഹരിക്കാൻ കണ്ടെത്തിയ വഴി. നിങ്ങളുടെ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. നിങ്ങളുടെ ഏതു സാഹചര്യത്തിനും ദൈവസന്നദ്ധിയിൽ ഉത്തരമുണ്ട്, പരിഹാരമുണ്ട്. അങ്ങനെങ്കിൽ നിങ്ങളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യവും ഒരുപക്ഷെ ജെറുസലേമിൻ്റെ മതിലുകൾ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നത് പോലെ, അതേപടി തകർന്നു കിടക്കുന്നത് പോലെ, നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ താങ്ങാനാവുന്നതിലധികമുള്ളൊരു ദുഃഖത്തിൻ്റെ ഭാരമായിരിക്കാം, ഒരു സഹനമായിരിക്കാം. മതിലുകൾ തകർന്നു കിടക്കുന്നു, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയം. അപ്പോൾ നെഹമ്യ മുന്നോട്ട് വരികയാണ്. പ്രാർത്ഥന കേൾക്കുന്ന, ആരാധനയിലിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ നെഹമ്യയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെഹമ്യയാണ്. നിങ്ങളാണ് ഇതുപോലെ ദൈവസന്നദ്ധിയിൽ വിലപിച്ചും പ്രാർത്ഥിച്ചും ഉപവാസമെടുത്തും ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. നെഹമ്യ അങ്ങനെയാ പരിഹരിച്ചത്. അങ്ങനെ പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിക്കുക. എന്നിട്ടൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. നെഹമ്യ അറിഞ്ഞ സാഹചര്യം ഇങ്ങനെയാണ്. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു, എല്ലാം ഡിസോർഡറായി കിടക്കുന്നു. അതിൻ്റെ മതിലുകളും അതിൻ്റെ കവാടങ്ങൾ കത്തിക്കരിഞ്ഞ് ചാരമായും അല്ലാതെയും കരിഞ്ഞ് അടയാളങ്ങളോടെ കിടക്കുന്നു. അത് പുനരുദ്ധരിക്കാൻ സാധിക്കാത്ത വിധം തകർന്നിരിക്കുന്നു. നെഹമ്യ എന്തു ചെയ്തു? ദൈവസന്നദ്ധിയിൽ ഉപവസിച്ചു, ദൈവസന്നദ്ധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവസന്നദ്ധിയിൽ വിലപിച്ചു. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തകർന്നു കിടന്നതിനെ നെഹമ്യായിലൂടെ അത് ദൈവം പുതുക്കി പണിതു. മനസ്സിലൊന്ന് പറ, എൻ്റെ ഏതു സാഹചര്യവും തകർന്നതോ തളർന്നതോ കത്തിക്കരിഞ്ഞതോ അതോ നിലത്തു കിടക്കുന്ന രീതിയിൽ മതില് പോലെ തകർന്ന് നിലത്തു കിടക്കുന്ന അവസ്ഥയിലാണോ? നിന്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയുന്ന സമയമാണ്. പുതുക്കി പണിയും. ആരിലൂടെയോ അല്ല, പ്രാർത്ഥിച്ച, ഉപവാസമെടുത്ത, ദൈവസന്നദ്ധിയിൽ കരഞ്ഞ നെഹമ്യായിലൂടെയാണ് ദൈവം അത് പുതുക്കി പണിതത്. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിങ്ങൾ കുടുംബത്തിലിരുന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, വീടിൻ്റെ സാഹചര്യം, കുടുംബത്തിൻ്റെ സാഹചര്യം, മക്കളുടെ സാഹചര്യം, ജീവിത പങ്കാളിയുടെ സാഹചര്യം, വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യം എല്ലാം ഒന്ന് സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ കുടുംബത്തെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ ഭാവിയെ പുതുക്കി പണിയണമേ, ഞങ്ങളുടെ തകർന്ന ജീവിതങ്ങളെ പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. കർത്താവേ, വചനം കേൾക്കുന്ന, ആരാധനയിൽ ഇരിക്കുന്ന ജീവിതങ്ങളെ പുതുക്കി പണിയണമേ. കർത്താവേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നെഹമ്യ തകർന്ന് അടിഞ്ഞ് നിലം പറ്റിക്കിടന്ന ഒരവസ്ഥയെ പുതുക്കി പണിതത് ഒരു വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനല്ല, പ്രാർത്ഥിച്ച നെഹമ്യയാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ കഴിവുള്ളവരെയും സ്വാധീനമുള്ളവരെയും ആൾക്കാരെയൊക്കെ നമുക്കും പരിചയവും ബന്ധമുണ്ട്. പക്ഷെ നിസ്സാരനായൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും നിന്റെ തകർന്ന ജീവിതത്തെ പുതുക്കി പണിയാൻ ദൈവം ഒരുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ. നെഹമ്യ ഇങ്ങനൊരു സാഹചര്യം കണ്ടപ്പോൾ നെഹമ്യ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ കുറേ വിമർശനങ്ങൾ നേരിട്ടു. ചിലർ പറഞ്ഞു, രാജാക്കന്മാർ വരെ നോക്കിയിട്ട് നെഹമ്യ ഇതൊന്നും പുതുക്കി പണിയാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ നീ? അങ്ങനെ വളരെ നിസ്സാരമായി
നെഹമിയായുടെ പ്രവർത്തനത്തെ കണ്ടു. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഇതുകൊണ്ട് എന്നാ നടക്കാനാ, പിന്നെ ഇതിനേക്കാൾ വലിയൊരു നോക്കിയിട്ട് നടന്നിട്ടില്ല എന്നൊക്കെ പറയുമായിരിക്കും. മനസ്സ് തളരരുത്. പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കും. നെഹമിയ എന്ന വ്യക്തി അറിഞ്ഞ ഒരു കാര്യമാ, രാജാക്കന്മാരടക്കം ഈ തകർന്നു പോയ മതിൽ പണിയാനും അതിനെ കത്തിക്കരിഞ്ഞ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റാനൊക്കെ ശ്രമിച്ചിട്ട് മടുത്തിട്ട് ഉപേക്ഷിച്ച് പോയതാ. അവിടെയാണ് ഉപവാസമിരുന്ന പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ വിലപിച്ച നെഹമിയ വളരെ നിസ്സാരമായി 3-4 അധ്യായത്തിൽ കാണാൻ പറ്റും. നെഹമിയ മതിൽ പുതുക്കി പണിതു. അതുപോലെ നിങ്ങളുടെ മനസ്സിലൊരു 3-4 പ്രാവശ്യം ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പറയണം, എൻ്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയും, എൻ്റെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയും. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കത്തിക്കരിഞ്ഞതുപോലെയൊക്കെയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇടിഞ്ഞ മതില് പോലാണ്. ഇന്നതെല്ലാം തകർന്ന് 4 വഴിക്കാണ്. പക്ഷെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഈ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ സാമ്പത്തികത്തെ ഒക്കെ ദൈവം പുതുക്കി പണിയും, പുതുക്കി പണിയും, പുതുക്കി പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നെഹമിയായുടെ ഈ പുതുക്കി പണിയാനൊക്കെ ഇറങ്ങുമ്പോൾ നല്ല കുറച്ച് ബോധ്യങ്ങളുണ്ടായിരുന്നു നെഹമിയായിക്ക്. ഒന്നാമത്തെ ബോധ്യം ഇതാണ്. നെഹമിയ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. നമുക്കതൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നെഹമിയ പറഞ്ഞ കാര്യമാ, സ്വർഗത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ വിമർശിച്ചാലും, നിങ്ങൾ എന്തൊക്കെ ഞങ്ങളെ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. ഞാൻ പുതുക്കി പണിയുന്നത് എൻ്റെ കൈ കൊണ്ടും എൻ്റെ ബലം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒന്നും മാത്രമല്ല, സ്വർഗത്തിലെ എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. ഏറ്റു ചൊല്ലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നെഹമിയ പറഞ്ഞ കാര്യമാ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിന് കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, മനസ്സിരുത്തി ബോധ്യത്തോടെ, സ്വർഗത്തിലെ എൻ്റെ ദൈവത്തിൻ്റെ ആ വലിയ കരം എൻ്റെ സഹായത്തിനുണ്ട്, എൻ്റെ സഹായത്തിനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ, എൻ്റെ സഹായത്തിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ബോധ്യത്തോടെ മുന്നോട്ട്. അപ്പൊ നെഹമിയ ഒരു പുതുക്കി പണിയാൻ പോകുന്നത് ചുമ്മാ സാധാരണ പോലല്ല, നല്ല കോൺഫിഡൻസോട് കൂടിയാണ്. കോൺഫിഡൻസ്, അതായത് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും ദൈവം കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അവൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ്. അസാധാരണമായ ആത്മധൈര്യം. ആത്മധൈര്യം. പലരും പറഞ്ഞു നടക്കുകയല്ലെന്ന്, പലരും പറഞ്ഞു ലഭിക്കുകയല്ലെന്ന്, പലരും പറഞ്ഞു ശരിയാകുകയല്ലെന്ന്. നെഹമിയായിക്കറിയാം, എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സഹായത്തിനുണ്ട്, ഇത് നടക്കും, ഇത് ശരിയാകും, ഇത് ഞാൻ പുതുക്കി പണിയും എന്ന് തീരുമാനിച്ചു. ഒരു അസാധാരണമായ കോൺഫിഡൻസ് നെഹമിയായിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ദൈവം ഒരു അസാധാരണമായ കോൺഫിഡൻസ്, പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ല, നടക്കത്തില്ലെന്നൊക്കെ. അതൊക്കെ കീറിക്കളഞ്ഞേ, അതൊക്കെ വേണ്ടാത്തൊരു കടലാസ് കളയുന്നത് പോലെ കളഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം വന്നേ. ഒരു ആത്മധൈര്യം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരം നിന്റെ സഹായത്തിനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നെഹമിയ പറഞ്ഞൊരു വാക്കുണ്ട്, 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നെഹമിയ മറുപടി നൽകി, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. നല്ലൊരു വാക്കല്ലേ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം. നെഹമിയ തൻ്റെ കൂടെയുള്ളവരോട്, പ്രാർത്ഥിക്കുന്ന തൻ്റെ ഒപ്പം നിൽക്കുന്നവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മനസ്സുമടുക്കാതെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. എന്നെ ആരാധനയെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരോട്, നിങ്ങളുടെ ഒപ്പമുള്ളവരോട് നിങ്ങൾ പറയേണ്ട വാക്കാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയണം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയേണ്ട ദൈവീകമായ ഒരു വാക്കാണ്, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം തരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു 3 പ്രാവശ്യം പറഞ്ഞ്, സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. ഈ ബോധ്യമാണ് നെഹമിയയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ കരം
എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. എൻ്റെ സഹായത്തിന് വേറെ ആരും ഇല്ല. എനിക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അത് മാത്രമേ ഉള്ളൂ. ആ കരം എനിക്ക് വിജയം തരും. ആ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തകർന്ന സാഹചര്യത്തെയും ജീവിതത്തെയും ഈ ദൈവം പുതുക്കി പണിയും. ഒരു മതിൽ, തകർന്നു കിടന്ന മതിലിനെ നെഹമ്യ എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പുതുക്കി പണിതെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന, ആരാധിക്കുന്ന നിങ്ങളെ കൊണ്ട് ചില വലിയ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി ചെയ്യിക്കും. ഒന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ പുതുക്കി പണിയണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയും. എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ദൈവസ്വരം മുഴങ്ങട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം പുതുക്കി പണിയും. ജീവനെ ദൈവം പുതുക്കി പണിയും. പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കും. ഹല്ലേലൂയ. നമുക്ക് ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. ഈ ആരാധനയിൽ നിങ്ങൾ ലഭിച്ച കോൺഫിഡൻസ് എന്നറിയാമോ? ദൈവം നിങ്ങളെ പുതുക്കി പണിയും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം സഹായത്തിന് എൻ്റെ കൂടെയുണ്ട്. നെഹമ്യ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും, എനിക്ക് വിജയം നൽകും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,